ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് കാസർഗോഡുള്ള ബേക്കൽ ഫോർട്ടിലോട്ടാണ് പോകുന്നത്. ഗായ്സ്, അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിട്ടോ. 12:30-ക്കുള്ള ബസ്സാണ് കിട്ടിയത്. തുല്യ ടു കാസർഗോഡ് ഏകദേശം ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് ബസ് യാത്രയുണ്ട്. അങ്ങനെ കാസർഗോഡ് എത്തി. അവിടെ നിന്നൊരു കടയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. 3 മണിക്കുള്ള ട്രെയിനിലാണ് നമുക്ക് പോവേണ്ടത്. അങ്ങനെ കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറി അടുത്ത സ്റ്റോപ്പ് ആയിട്ടുള്ള കൊട്ടിക്കുളത്ത് ഇറങ്ങിയേ. അവിടെ നിന്ന് പിന്നെ അടുത്ത ബസ്സിൽ കയറിയേ. അവിടെ നിന്നൊരു 10 രൂപ പോയിന്റേ ഉണ്ടായിരുന്നോളൂ ബേക്കൽ ഫോർട്ടിലോട്ട്. ഇതാണ് കേട്ടോ ഫോർട്ടിലോട്ട് പോകാനുള്ള വഴി. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 4 മണിയൊക്കെ ആയായിരുന്നേ. അവിടെ സൈഡിൽ ഇതേപോലെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ഫോർട്ടിലോട്ടുള്ള മെയിനായിട്ടുള്ള എൻട്രൻസ്. അതിന് മുന്നേ ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തായിരുന്നേ. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 25 രൂപയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫോർട്ടിലോട്ട് പോയി. ഗൈസ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം രാവിലെ 8 മണിക്കും പിന്നെ ഇത് ക്ലോസ് ചെയ്യുന്നത് ഈവനിങ് 6 മണിക്കുമാണ്. ബേക്കൽ ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യൻ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. അറബിക്കടലിന്റെ തീരത്ത് 35 മുതൽ 40 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ്. ഗായ്സ്, നമ്മൾ അതിൻ്റെ അകത്തോട്ട് എൻട്രി ആകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരുപാട് ഇങ്ങനെ ചെടികളൊക്കെ ഒരുപാട് ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ. പിന്നെ അതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഓരോ ഇങ്ങനെ കോട്ടകളൊക്കെ കാണാം. നമുക്ക് ഈ കോട്ടയുടെയൊക്കെ മുകളിൽ കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ കയറിയ അവിടെ നിന്ന് നമുക്ക് നല്ല കടൽ കാഴ്ചയൊക്കെ കാണാം. ഗൈസ്, ഇത് കണ്ടിട്ട് ഒരു തുരങ്കം അല്ലെങ്കിൽ ഒരു കിണറാണെന്ന് തോന്നുന്നു ഗൈസ്. എന്താണെന്ന് അറിയാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. സമയം 4 മണി കഴിഞ്ഞെങ്കിലും നല്ല വെയിലായിരുന്നു ഗൈസ്. ഉച്ച സമയത്ത് വരുന്നതിനെക്കാട്ടിയും ഒരു ഈവനിങ് ടൈം വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല വെയിലായിരുന്നു. ഈ 4 മണിയായിട്ട് തന്നെ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വന്നാൽ നമ്മൾ കരിഞ്ഞു പോകും ഗൈസ്. കേരളത്തിലുള്ളവരെന്തായാലും ഈ സ്പോട്ട് വന്ന് കാണാൻ ശ്രമിക്കുക, ഒരിക്കലും മിസ് ചെയ്യരുത്. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു വ്യൂ കാണിച്ചു തരാമേ. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. എന്ത് നല്ല ഭംഗിയുള്ള വ്യൂ ആണെന്ന് നോക്ക്. ഇവിടെയൊക്കെ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഗൈസ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോവാണേ. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവസാനം ഒരു ജ്യൂസ് വാങ്ങി കുടിച്ച് ഗൈസ്. അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് മുന്നോട്ട് പോയത്. ഗൈസ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. ഇനി അടുത്ത് ബീച്ചിലോട്ട് പോവാണ് ഗൈസ്. നമ്മളിനി അടുത്ത് പോകുന്നത് ബീച്ചിലോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു മുടുക്ക് വഴി കൂടെ പോവാണ് നമ്മൾ. പക്ഷെ ആ വഴി ഇവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പോയി നോക്കാം ഗൈസ്. നമുക്ക് ഈ വഴി കൂടെ വേണം ബീച്ചിലോട്ട് പോവാൻ കേട്ടോ. ഇതൊരു ഷോർട്ട് കട്ടാണ് ബീച്ചിലോട്ട് പോകാൻ. അല്ലാണ്ട് നമ്മൾ പോകുന്നെങ്കിൽ ഒരു 23 മിനിറ്റ്സ് ആവും. അപ്പോൾ ഈ ഷോർട്ട് കട്ടിൽ കൂടെ പോകാൻ പറ്റുമെന്നാണ് ഇവിടെ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയാണെന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കടലിൻ്റെ ഈ തിര വന്നടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഈ വഴി കൂടെയാണ് ഗൈസ്. നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം ഗൈസ്. നമ്മളിവിടെ ഒരു സ്ഥലത്തെത്തി. ഇനി ഇതുവഴിയാണ് പോവാൻ. നോക്കട്ട് പറ്റുമോ എന്നൊക്കെ. ഓക്കെ, ബീച്ചിലോട്ടുള്ള എൻട്രൻസ് നമ്മൾ കണ്ടുപിടിച്ച്. ഇവിടെ ഒരു പാലം കണ്ട് ഗൈസ്. ഈ പാലത്തിലൂടെ നമുക്ക് പോവാം ഗൈസ്. ഒരു എസ്തെറ്റിക് ബിൽഡിംഗ് കണ്ട ഗൈസ്. നമ്മളിതാ ഈ പാലത്തിൽ കൂടെയാണ് വന്നത് ഗൈസ്. അങ്ങനെ ബീച്ചിലോട്ട് എൻ്ററായി ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അങ്ങനെ ഫൈനലി ബീച്ചിലെത്തി. നമുക്കിനി ബീച്ചിലോട്ട് പോകണോ അങ്ങ് പോകണം ഗൈസ്. നമ്മളിതാ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഫോട്ടോസും
വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ് അങ്ങനെ നടന്ന് നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് പറഞ്ഞത്. ബീച്ചിൽ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ സമയം കുറച്ച് ലേറ്റ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ബീച്ചിലോട്ട് പോയില്ല, തിരിച്ച് പോവാണ് ഗൈസ്. അങ്ങനെ കാസർഗോഡ് എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. സൺഡേ ആയതുകൊണ്ട് തന്നെ മിക്ക ഷോപ്പുകളും ക്ലോസ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഒരു ഷോപ്പിൽ കയറി ഫെലൂഡ മേടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊരു വകയ്ക്ക് കൊള്ളൂലായിരുന്നു. അതുകൊണ്ട് വേറൊരു ഷോപ്പ് തപ്പിപ്പിടിച്ച് അവിടെ നിന്ന് പൊറോട്ടയും ചില്ലി ചിക്കനും കഴിച്ചായിരുന്നു. അതും കഴിച്ച് തിരിച്ച് ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഗൈസ്. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.